UDFിന്റെ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. സാജിദ അജ്മൽ ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. സാജിദ, ആര്യാടൻ ഷൗക്കത്തിന്റെ ഇന്നത്തെ പര്യടനം എവിടെയൊക്കെ ആയിരുന്നു? പ്രിയങ്ക ഗാന്ധിയും ഷൗക്കത്തിനായി പ്രചാരണത്തിന് ഇറങ്ങുമെന്നൊക്കെ അറിയുന്നുണ്ടല്ലോ. അമൃത, കരുളായി എടക്കര പഞ്ചായത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് പ്രചരണം നടത്തുന്നത്. അദ്ദേഹം വാഹന പ്രചരണ ആയിട്ടാണ് ഇപ്പോൾ പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രിയങ്ക ഗാന്ധി എത്തുമെന്നുള്ളൊരു വിവരം തന്നെയാണ് ഉള്ളത്. സാധാരണ ഉപതെരഞ്ഞെടുപ്പിന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ അടക്കമുള്ള ദേശീയ നേതാക്കൾ എത്താറില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി എത്തും. ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. UDF പലതരത്തിലുള്ള ചർച്ചകൾ, അതിൽ ഈ സർക്കാരിൻ്റെ വികസന മുരടിപ്പ്, അതോടൊപ്പം തന്നെ മലപ്പുറം വിരുദ്ധ പരാമർശം എല്ലാം തന്നെ എടുത്തുന്നയിക്കുന്നുണ്ട്. അതിൽ LDF ഏറ്റവും വലിയ ആയുധമാക്കിയിരുന്ന KC വേണുഗോപാലിൻ്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ നിരന്തരം ഈ വിഷയങ്ങൾ ചർച്ചയായതോടുകൂടി UDF ഇതിനെ പ്രതിരോധിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും വാർത്താ സമ്മേളനം നടത്തി എന്താണ് ഈ തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കി. അതിൽ അവർ പറയുന്ന കാര്യം, ഒരു കൈക്കൂലി എന്നതുകൊണ്ട് ലക്ഷ്യം വെച്ചത് ഈ തെരഞ്ഞെടുപ്പ് ആകുന്നത് വരെ ഈ കുടിശ്ശിക വരുത്തുകയും ആ സമയത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയാണ്, ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ UDF സർക്കാരിൻ്റെ കാലത്ത് 18 മാസം ഈ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ള പ്രചരണമാണ് LDF നേതാക്കൾ നടത്തുന്നത്. എന്നാൽ അത് തെറ്റാണെന്നും കള്ളമാണ് എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഇതിന് തെളിവായി ഇവർ പറയുന്നത്, ഈ 1000 കോടി രൂപയ്ക്ക് എങ്ങനെയാണ് 18 മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഈ 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ ഈ 1.5 വർഷം, ഈ 18 മാസം എന്ന് പറയുന്ന 1.5 വർഷത്തിനിടയിൽ ഒരു അടിയന്തര പ്രമേയം പോലും നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷമായ LDF എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നവർ ചോദിക്കുന്നു. ഈ നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ അടിയന്തര പ്രമേയങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ കിട്ടും. അത് നടത്തിയില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 300 രൂപ എന്നുള്ളത് അത് വർദ്ധിപ്പിച്ച് 1000 രൂപയോളം ആക്കിയത് UDF ആണെന്നും പിന്നീട് നാമമാത്രമായ വർധനവാണ് LDF വരുത്തിയതെന്നും പറയുന്നു. പിന്നീട് ഈ ഒന്നിലധികം പെൻഷൻ ലഭിച്ച ആളുകളുടെ പെൻഷൻ കട്ട് ചെയ്യുകയാണ്, ഇല്ലാതാക്കുകയാണ് ചെയ്തത് തുടങ്ങി ഈ പെൻഷൻ വിഷയം തന്നെ ഉയർത്തിക്കൊണ്ട് അതിൽ LDF ഈ വിവിധ പെൻഷനുകൾ ഏകീകരിച്ചത്, അതോടൊപ്പം കൂടുതൽ പെൻഷൻ ഉണ്ടായിരുന്നത് അതായത് കുറഞ്ഞ പെൻഷനും കൂടിയ പെൻഷനും എല്ലാം കൂടി ഏകീകരിച്ച് ഒറ്റ സംഖ്യയാക്കിയിരുന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ട് പ്രചരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് കാരണം LDF നാളെ ഒരു പെൻഷൻ വാങ്ങുന്നവരുടെ ഒരു സംഗമം വെച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് UDF സർക്കാരിന്റെ കാലത്തുള്ള കാര്യങ്ങൾ ഈ വിശദീകരിക്കാൻ UDF നേതാക്കൾ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ഈ പെൻഷൻ സംഗമം നടത്തുകയാണെങ്കിൽ ഈ നിർമ്മാണ തൊഴിലാളികളുടെ ഒരു സംഗമം തങ്ങൾ നടത്തുമെന്ന് പറയുന്നു. അതിന് കാരണം ഈ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ലഭിച്ച് ഒരു 8 മാസം കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരുടെ ഒരു സംഗമം നടത്താൻ സർക്കാരിന് ധൈര്യമുണ്ടോ, LDFന് ധൈര്യമുണ്ടോ എന്നും ഈ PC വിഷ്ണുനാഥ് അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നു. മറ്റ് ഈ പ്രാദേശിക വിഷയങ്ങൾ, +2 സീറ്റ് അടക്കമുള്ള കാര്യങ്ങളും സജീവ ചർച്ചയാക്കി നിർത്തുകയാണ്. ഇത് കൂടാതെ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ ഇറക്കിയ ഉത്തരവ്, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയില്ലാത്തൊരു സാഹചര്യം, ആളുകളെ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം, ഇതുകൂടി ഈ കൃത്യമായി മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് UDFന്റെ നേതാക്കൾ ശ്രമിക്കുന്നത്. അമൃത.